ദുബായ് വന്നിട്ടുള്ള ഏതൊരാൾക്കറിയാം ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് ദുബായിലെ ഒരു അത്ഭുതം തന്നെയാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യാനുഭവവും ഷോപ്പിങ്ങിന്റെ ഒരു മായാലോകവും എന്റർടൈൻമെന്റിന്റെ ഒരു പർദീസ് കൂടിയാണ് നമ്മുടെ ദുബായിലുള്ള ഗ്ലോബൽ വില്ലേജ്. ഈ ദൃശ്യാനുഭവങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അറിയാനായിട്ട് എല്ലാവർക്കും കൊതി കാണില്ലേ? അപ്പൊ നമുക്ക് ഗ്ലോബൽ വില്ലേജിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയിട്ട് വന്നാലോ? നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് ദുബായിലെ സെൻട്രൽ പോയിന്റ് മെട്രോ സ്റ്റേഷനിൽ നിന്നാണ്. മുംബൈ സ്റ്റേഷന്റെ പേര് റാഷിദിയ എന്നായിരുന്നു, ഇപ്പൊ സെൻട്രൽ പോയിന്റ് ആക്കിയിട്ടുണ്ട്. അവിടുന്ന് 102 എന്ന ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗ്ലോബൽ വില്ലേജ് എത്തും. ഏകദേശം അരമണിക്കൂർ എടുക്കും ഇങ്ങോട്ട് യാത്ര ചെയ്യാനായിട്ട്. 102 എന്ന ബസ് ഗ്ലോബൽ വില്ലേജിക്ക് മാത്രമായിട്ടുള്ളതാണ്, വേറെ എങ്ങോട്ടും ഒരു സ്റ്റോപ്പ് ഒന്നുമില്ല. നമുക്ക് ഈ ബസ്സിൽ നോൾ കാർഡ് ടാപ്പ് ചെയ്യണം. നോൾ കാർഡ് നമുക്ക് മെട്രോ സ്റ്റേഷനിൽ വാങ്ങാൻ കിട്ടും. നോൾ കാർഡിൽ റീചാർജ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ഇതിൽ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം ഇതിൽ 15 ദിർഹം വേണം. മുംബൈ കാർഡിൽ 7 ദിർഹം മതിയായിരുന്നു, ഇപ്പൊ ഇതിൽ 15 ദിർഹം വേണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് ഈ 2024 ജനുവരി മുതലാണ്. നമുക്ക് വൺ സൈഡ് 10 ദിർഹമാണ് വരുന്നത്. അപ്പൊ 2 സൈഡും കൂട്ടി 20 ദിർഹം മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഈ ബസ് ഗ്ലോബൽ വില്ലേജിലേക്ക് നേരിട്ടാണെങ്കിലും ഏകദേശം അരമണിക്കൂർ സമയം എടുക്കുന്നുണ്ട് എത്താനായിട്ട്. അതേപോലെ ഗ്ലോബൽ വില്ലേജിന്റെ ടൈം എന്ന് പറയുന്നത് ഉച്ചതിരിഞ്ഞ് 4 മണി മുതൽ വെളുപ്പിന് 2 മണി വരെയാണ്. വെളുപ്പിന് 2 മണി വരെയും നമുക്ക് ബസ്സും അതേപോലെ ടാക്സിയും അവൈലബിൾ ആണ് റിട്ടേൺ പോകാനായിട്ട്. അപ്പൊ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ സെൻട്രൽ പോയിന്റ് മാത്രമല്ല, ദേറ, ബർദുബായ് പോലുള്ള മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ഈ വക സേവനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഗ്ലോബൽ വില്ലേജ് എത്തിക്കഴിഞ്ഞു. വിശാലമായ ഒരു കാർ പാർക്കിംഗ് സൗകര്യം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മറക്കാതെ നമ്മുടെ ഈ നോൾ കാർഡ് ടാപ്പ് ചെയ്യണം. ബസ് ഇറങ്ങിയതിനു ശേഷം നമ്മൾ സീബ്ര ലൈൻ വഴി നേരെ ക്രോസ് ചെയ്ത് നടന്നു വരുന്നത് ഗ്ലോബൽ വില്ലേജിന്റെ മെയിൻ എൻട്രൻസിലേക്കാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം. നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് 2 തരം ടിക്കറ്റ് കിട്ടും. ഒന്ന് വീക്കെൻഡ് ടിക്കറ്റ്, രണ്ടാമത്തെ എനി ഡേ ടിക്കറ്റ്. വീക്കെൻഡ് ടിക്കറ്റിന് 25 ദിർഹവും എനി ഡേ ടിക്കറ്റിന് 29 ദിർഹവുമാണ് ചാർജ്. ഈ 2 ടിക്കറ്റും ഓൺലൈനിലാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2.5 ദിർഹം വെച്ച് ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ എല്ലാവരും ഓൺലൈൻ തന്നെ മാക്സിമം എടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്താലും. അതേപോലെ ഈ പരിസരങ്ങളൊക്കെ നോക്കി എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിൽ ഈ ഒരു രാജ്യത്തിന് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത്ര അടിപൊളിയായിട്ടാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഗ്ലോബൽ വില്ലേജിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ചെറിയൊരു ചെക്കിൻ അവൈലബിൾ ആണ്. എന്തെങ്കിലും സംശയമൊക്കെ തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ബാഗൊക്കെ അവർ പരിശോധിക്കും. ഈ ചെക്കിനൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഷോപ്പിങ്ങിനായിട്ടുള്ള ട്രോളിയും അതേപോലെ പിള്ളേരെ വെച്ച് ഉന്തി നടക്കാവുന്ന ട്രോളിയും അതേപോലെ നിങ്ങൾക്ക് വയ്യാത്ത കാലിൽ നടക്കാനായിട്ട് പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സ്ട്രെച്ചേഴ്സും അവൈലബിൾ ആണ്. ഇത് പെയ്ഡ് സർവീസ് ആണ്, ഫ്രീ സർവീസ് അല്ല. അങ്ങനെ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ലണ്ടനിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഒരു മാതൃകയും അതേപോലെ മമ്മികളുടെ ഒരു രൂപങ്ങളൊക്കെ വെച്ചിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾക്ക് കാണാം. അതേപോലെ ഇവിടുത്തെ വിളക്കുകളൊക്കെ കണ്ടാൽ അറിയാം, ഒരു ലണ്ടനിലെ മോഡലിലാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ. ദുബായിൽ എമിറാത്തികളേക്കാൾ കൂടുതലുള്ളത് നമ്മൾ എക്സ്പാറ്റ് ആണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗ്ലോബൽ വില്ലേജിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പല പല രാജ്യങ്ങളിലെ പല പല വേഷത്തിലുള്ള ആളുകളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. അത് ബംഗ്ലാദേശികളായിക്കോട്ടെ, പാകിസ്ഥാനികളായിക്കോട്ടെ, ഫിലിപ്പീൻസ് ആയിക്കോട്ടെ, മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, പല പല ആളുകളെ നമുക്ക് ഇവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ കാണാം. അതേപോലെ ഇവിടെ ഒരു ചൈനീസ് ടച്ച് തോന്നുന്ന രീതിയിൽ ഡ്രാഗണൊക്കെ വളയം ചെയ്ത ഒരു ബിൽഡിംഗ് കൂടി അവൈലബിൾ ആണ്. കാണാനും നല്ല രസമൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ആഫ്രിക്കൻ ടച്ചുള്ള ഒരു ആദിവാസി അമ്മമ്മ നമുക്കിവിടെ കാണാം. നല്ല വലിപ്പമുള്ള രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല രസമുണ്ട്, നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ചുറ്റും കറങ്ങി നോക്കുന്ന സമയത്ത് തന്നെ എത്ര രാജ്യത്തു നിന്നുള്ള പല പല ആളുകളാണ് ഇവിടെ വരുന്നത്. ഒരു ലേഡി നിൽക്കണം കണ്ടോ, കണ്ടിട്ട് എനിക്ക് മൊറോക്കൻ കാര്യമായിട്ട് തോന്നണേ. അതേപോലെ എസ്പെഷ്യലി കുറേ രാജ്യത്തു നിന്ന് പല പല നല്ല രീതിയിൽ ഡ്രസ്സിങ്ങും അതേപോലെ നല്ല രീതിയിലുള്ള മേക്കപ്പും പല പല ആഭരണങ്ങളൊക്കെ അണിഞ്ഞു വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ്. അതേപോലെ കളർഫുൾ ആയിട്ടുള്ള നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. എന്താ പറയുക, ബസ്സായിട്ടോ അതേപോലെ പല പല രൂപങ്ങളായിട്ടോ ലൈറ്റ്സ് ആയിട്ടോ ഒക്കെ അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന സമയത്ത് ഇവിടെ സ്നാക്സ് ഒക്കെ വിൽക്കുന്ന ആളുകളെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനുള്ള ആ എന്താ പറയുക കപ്പലണ്ടി കച്ചവടവും ഇതൊക്കെ നല്ല ഓർമ്മ വരുന്നത്. പള്ളിപ്പെരുന്നാളിനൊക്കെയാണ് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നതും ഇതൊക്കെ ഈ വക നോസ്റ്റാൾജിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അതേപോലെ പല പെർഫ്യൂം ഷോപ്പിൻ്റെ ഫ്രണ്ടിലും ഊതൊക്കെ നമുക്ക് കത്തിക്കുന്ന കാണാം. ഭയങ്കര സ്മെല്ലാണെന്ന് വരാം. അതേപോലെ അവരുടെ പെർഫ്യൂംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ അവർ അടിച്ചു തരും. നമുക്ക് വേണമെങ്കിൽ മണപ്പിച്ചൊക്കെ നോക്കാം. അതേപോലെ നല്ല ഡിസ്കൗണ്ട് കിട്ടും. പുറമേ നിന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേലും കുറവിന് ഇവിടെ നിന്ന് കിട്ടും. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നടന്നു തുടങ്ങുമ്പോഴോ കയ്യോ കാലോ അതേപോലെ പുറമൊക്കെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ നല്ല തായ് മസാജ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് മസാജ് ചെയ്ത് നല്ല അടിപൊളിയാക്കി തരും. പിന്നെ ഈ മസാജിനൊക്കെ പ്രത്യേകം പൈസ കൊടുക്കണം. ഇതൊന്നും നമ്മുടെ ടിക്കറ്റിൽ ഉൾപ്പെട്ടതല്ല. അതേപോലെ ഈ ഭംഗിയുള്ള മരത്തിന്റെ രൂപം കണ്ടോ,
ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ മരത്തിലും തെങ്ങിലൊക്കെ നല്ല ഹാങ് ചെയ്ത് കിടക്കുന്ന കിളിക്കൂടുകളൊക്കെ കണ്ടിട്ടില്ലേ, അതാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ. ഇവിടെ കുറേ പെർഫ്യൂംസിൻ്റെ ഷോപ്പുകൾ അവൈലബിൾ ആണ്. ഈ ദാർ അല്ലാതെ പെർഫ്യൂംസ് ഇവർ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്മെല്ലൊക്കെ ട്രൈ ചെയ്യാം. അതേപോലെ നല്ല ഊതിൻ്റെയും ഒക്കെ നല്ല അറബിക് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരു അടിപൊളി ചോയ്സ് കിട്ടും. നമ്മൾ സ്റ്റാർട്ടിങ് എൻട്രൻസ് മുതൽ നമ്മൾ ഈ ഓരോരോ പവലിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന വരെ ഉണ്ടല്ലോ, അവിടെ വരെയാണ് നമ്മളിപ്പോൾ നടന്നു വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോരോ പവലിയൻസ് ആയിട്ടാണ് കയറാൻ പോകുന്നത്. ഇവിടെ മൊത്തം 27 പവലിയൻ ഉണ്ട്. ഓരോരോ രാജ്യത്തിനും ഓരോരോ പവലിയൻ. ഓരോരോ രാജ്യത്തെ പവലിയനിൽ കയറുമ്പോഴും അതാത് രാജ്യങ്ങളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വേഷവിധാനങ്ങൾ, ആഭരണങ്ങൾ, ഭക്ഷണങ്ങൾ, അതുപോലെ പ്രകൃതി വിഭവങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് അതിനുള്ളിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റുക. നമ്മൾ ആദ്യമായിട്ട് കയറാൻ പോകുന്ന പവലിയൻ കുവൈറ്റിൻ്റെയാണ്. ഈ പവലിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല ഫാൻസി ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് കാണാം. ലേഡീസിനൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫാൻസി ആയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. പിന്നെ നടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് ലേഡീസിൻ്റെ ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ്. നല്ല ലോങ് ആയിട്ടുള്ള ഫുൾ സ്ലീവ് ഡ്രസ്സുകളൊക്കെയാണ് ഇവിടെ വരുമ്പോൾ കാണാം. അതേപോലെ പുസ്തകങ്ങൾ, നല്ല കുറേ പുസ്തകങ്ങളൊക്കെ വാങ്ങാനായിട്ടുള്ള ഷോപ്പുകൾ കാണാം. അതേപോലെ അറബിക് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല പെർഫ്യൂംസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ കാണാം. ഇവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ. പിന്നെ നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ചില ഷോപ്പുകൾ, അതായത് ചില ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് കളറൊക്കെ ഉള്ള കോമ്പിനേഷനുള്ള ഐറ്റംസ് ഒക്കെയാണ് അവർ വിൽക്കണത്. എന്താ പറയുക, നമ്മൾ ചുരിദാറോ അതേപോലെയുള്ള ലോങ് ആയിട്ടുള്ള ഗൗണൊക്കെ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ കാണുന്നത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുകൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ്. നമ്മൾ കാണാത്ത, അതായത് ദുബായ് മാർക്കറ്റിൽ പോലും കാണാത്ത പലതരം ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ വരുമ്പോൾ കാണാം. പിന്നെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇവർക്കും ആയുർവേദ വശം ഉണ്ടെന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഇവരുടെ പരമ്പരാഗതമായ രീതിയിലുള്ള പല പല ഐറ്റംസ് കൊണ്ട് അസംസ്കൃതമായ പല സാധനങ്ങളുള്ള ഷോപ്പുകൾ, അതായത് ചെറിയ മിനി മാർട്ട് പോലുള്ള ഷോപ്പുകളൊക്കെ കാണാം. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നമുക്ക് എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ പിന്നെ അധികം അങ്ങോട്ട് കയറാൻ പോയില്ല. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ കുറേ ചെരുപ്പുകളൊക്കെ കാണുന്നുണ്ട്. അത് ലെതറും ഉണ്ട്, ലെതറല്ലാത്ത സിന്തറ്റിക് ആയിട്ടുള്ളതുണ്ട്. ഞാൻ ഈ ഒരു ഏരിയ വന്നപ്പോൾ ഈ ഒരു പാവ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക അട്രാക്ഷൻ. ഇനി ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിം സ്ത്രീകൾക്കായിട്ടുള്ള നല്ല തട്ടങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് കണ്ടു. നമ്മുടെ നാട്ടിലുള്ള മുസ്ലിംസ് നിർണ്ണയം കാണാറില്ല, ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകളൊക്കെ ധരിക്കുന്നതും കാണാറുണ്ട്. ഈ ഏരിയ കൂടെ പോണ സമയത്ത് മൊത്തം തുണികളുടെ കടകളൊക്കെയാണ് കാണുന്നത്. പിന്നെ ചില കടകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മുസ്ലിം ലേഡീസിന് വേണ്ടി മാത്രമല്ല മറ്റുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഇവർ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. പിന്നെ ഇതിൽ കൂടെ പോണ സമയത്ത് പർദ്ദകളൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ കൂടി ഉണ്ട്. അതുകൂടാണ്ട് ഒന്നാം തരം സ്നാക്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പ് കൂടി ഉണ്ട്. നല്ല സ്മെല്ലാണ് ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ നാടനായിട്ടുള്ള ഒരു സ്നാക്കും ഇവിടെ ഇല്ല. ഇപ്പം സമയം 5:30 ആയിട്ടുണ്ട്. സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വെയിലാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഈ കുവൈറ്റിൻ്റെ പവലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു ഐസ്ക്രീം ഷോപ്പിൻ്റെ ഫ്രണ്ടിലേക്കാണ് വരുന്നത്. അവിടെ ഒരു കൊച്ചിനെ അയാൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പിള്ളേരെങ്ങനെ കളിപ്പിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഞാൻ കുറച്ചേരം അത് കണ്ടു നിന്നു. പിന്നെ കൂടുതൽ ആളുകൾ ഉണ്ടായാലാണ് ഇവരുടെ പ്രകടനങ്ങളൊക്കെ മൊത്തമായിട്ട് ഇവർ പുറത്തേക്ക് എടുക്കുള്ളൂ. പിന്നെ ഈ ഐസ്ക്രീമിന് നമ്മൾ നോർമൽ ഐസ്ക്രീമിനെ അപേക്ഷിച്ച് ഡബിൾ ചാർജാണ് ഇവർ ഈടാക്കുന്നത്. വേറെ ഒന്നുമില്ല, അവർ ഈ കളിപ്പിച്ചൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ചാർജ് ഈടാക്കുന്നത്. അടുത്ത് നമ്മൾ കയറി ചെല്ലുന്നത് യമൻ്റെ പവലിൻ്റെ ഉള്ളിലേക്കാണ്. അതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഡ്രൈ ഫ്രൂട്ട്സുകളുടെ ഷോപ്പുകളാണ് ആദ്യം നമ്മൾ കാണാൻ പറ്റുന്നത്. കൂടുതലും തിന്നാനുള്ള ഐറ്റംസാണ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ ഇവിടെ നിൽക്കുന്ന ഷോപ്പിൽ നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചറിയാം, അവരെല്ലാവരും ആരെങ്കിലും കത്തിയുണ്ട്. പണി പാളി കഴിഞ്ഞാൽ അവരെടുത്ത് വീശെന്ന് തോന്നണം. പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറേ തേനുകൾ അവൈലബിൾ ആണ്. ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള തേനുകളൊക്കെ ഇവർക്ക് ഉണ്ടോയെന്ന് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ കുറച്ചുകൂടെ നടന്ന് നീങ്ങുമ്പോൾ ഒരു ആയുർവേദ ഷോപ്പ് കാണാം. അതേപോലെ അത് ഇടിച്ചു പൊടിക്കുന്ന ഒരു യന്ത്രം കൂടി കാണാം. കുറേ ഐറ്റംസ് ഒക്കെ കൂടി കിടക്കുന്നുണ്ട്. കണ്ടിട്ട് ഒന്നും മനസ്സിലാവണില്ല. ഒന്നാമത്തെ ഇതെല്ലാം അറബിക്കിലായിട്ടാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ളത്. വീണ്ടും നടക്കുന്ന സമയത്ത് കുവൈറ്റിൻ്റെ അവിടെ കണ്ട പോലെ നല്ല പെർഫ്യൂമുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ പരമ്പരാഗതമായ കത്തികൾ, ചെറിയ ചെറിയ ആഭരണങ്ങൾ, ഈ വെള്ളിയുടെ ഒക്കെ കുറേ ആഭരണങ്ങളുണ്ട്. അതേപോലെ നല്ല വാളുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ ഈ വാളൊക്കെ വെക്കാൻ പാകത്തിനുള്ള അരയിലൊക്കെ വെക്കുന്ന കച്ച പോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാം. പിന്നെ ഇതിൻ്റെ വിലയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, അത്ര വിലയാണ്. ഈ പാവ പോലും കത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണുന്ന ഈ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ എല്ലാം ഒരു മുസ്ലിം ടച്ചുള്ള ഡ്രസ്സുകളാണ്. ഒരുപാട് വെറൈറ്റി ഉള്ള പർദ്ദകളും ഇവിടെ കാണുന്നുണ്ട്. അപ്പം ഇഷ്ടമുള്ള പർദ്ദകളൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഈ ML കയറി കഴിഞ്ഞാൽ നല്ല വെറൈറ്റി പർദ്ദകളൊക്കെ വാങ്ങാം. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുങ്കുമപ്പൂവ് വിൽക്കുന്ന ഒരു കട കാണാം. മൊത്തം കുങ്കുമപ്പൂവാണ്, പല പല ക്വാളിറ്റിയിലുള്ള കുങ്കുമപ്പൂവ്. ആക്ച്വലി കുങ്കുമപ്പൂവ് നമ്മുടെ നാട്ടിൽ നിന്ന് വരണമെന്ന് പറയണേ, പക്ഷെ ഇതിപ്പോൾ യമൻ്റെ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കുങ്കുമപ്പൂവ് വിൽക്കുന്ന ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഈ ഷോപ്പ് കണ്ടോ, ഇവിടെ നമ്മുടെ നാട്ടിൽ
വെളിച്ചെണ്ണൊക്കെ ആട്ടണ പോലെ ഒരു ചക്കൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എന്താ ഐറ്റംസ് ഉണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ ആയുർവേദപരമായ എന്തോ ഐറ്റംസ് ആണ്. അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു കമ്പനിയെ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. ഇത്രയൊക്കെയുള്ളൂ യമൻ്റെ പവലിൻ്റെ ഉള്ളിൽ. ഇനി നമുക്ക് അടുത്ത പവലിനായ ബഹറിനിലേക്ക് പോവാം. ഈ പവലിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴും കുവൈറ്റിലൊക്കെ കണ്ട പോലത്തുള്ള എല്ലാ ഐറ്റംസ് തന്നെ ഇവിടെ ഉള്ളൂ. പെർഫ്യൂംസും അതേപോലെ നല്ല സുഗന്ധവ്യഞ്ജന ഐറ്റംസും ഡ്രൈ ഫ്രൂട്ട്സുകളെ ഷോപ്പുകളും അതേപോലെ ഡ്രസ്സ് ഐറ്റംസ് ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഡ്രസ്സുകൾ കണ്ടാൽ കുറച്ച് റോയൽറ്റി തോന്നുന്നുണ്ട്. ഏതാണ്ട് രാജാക്കന്മാർ ഉപയോഗിക്കുന്ന പോലത്തെ ഡ്രസ്സുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ലോഞ്ച് അവൈലബിൾ ആണ്. എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ വന്ന നേരത്ത് ഭാഗ്യമില്ലാത്തതുകൊണ്ട് ഒരു പരിപാടിയും ഇല്ല. പിന്നെ ഇവിടെ ഒരു വെറൈറ്റി തോന്നിയത് നമ്മുടെ നാടൻ ചക്ക തുടങ്ങി കുറേ ഫ്രൂട്ട്സ് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് തന്നെ കഴിക്കാം. ഇത്രയ്ക്ക് ഇവിടെ ഉള്ളൂ. ഇനി അടുത്ത പവലിനായ ഈജിപ്തിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഡ്രസ്സ് ഐറ്റംസ് ആണ്. കൂടുതലും ഡ്രസ്സ് ഐറ്റംസിനോടാണ് പ്രാധാന്യം തോന്നുന്നത്. അതേപോലെ ഒരുപാട് ഫാൻസി ഐറ്റംസ് വിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബെല്ലി ഡാൻസേഴ്സ് ഉപയോഗിക്കുന്ന രീതിയിലുള്ള പലവിധ ഡ്രസ്സുകൾ ഞാനിവിടെ കണ്ടു. ആരെങ്കിലുമൊക്കെ വാങ്ങണ്ടോന്ന് അറിയില്ല. അതുകൂടാണ്ട് പല തരത്തിലുള്ള കപ്പുകൾ, സോസറുകൾ, അതുപോലെ നല്ല എന്താ പറയുക ചെറിയ ചെറിയ രൂപങ്ങൾ, എസ്പെഷ്യലി മമ്മീസിൻ്റെ ഒക്കെ രൂപങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നേരിട്ട് ഫറവോമാരെ കാണാം. 2 ഫറവോ നമ്മൾ അടിപൊളിയായിട്ട് വേഷം കെട്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ കുപ്പിയുടെ ഉള്ളിൽ കളർ പൊടി ഉപയോഗിച്ച് പലവിധ പടങ്ങളൊക്കെ അവർ വരച്ചു തരും. അതിന് സ്പെഷ്യൽ കാശ് കൊടുക്കണമെന്നുള്ളൂ. അതേപോലെ നമുക്ക് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അവർ നിന്ന് തരും. അവർക്ക് ഒരു മടിയില്ല അങ്ങനെ നിന്ന് കൊടുക്കാനായിട്ട്. ഈ നിൽക്കുന്ന 2 ഫറവന്മാരിൽ ഈ ഫറവോനെ കാണാൻ ഒരു പ്രത്യേക രസമുണ്ട്. കണ്ടപ്പോൾ നല്ല ചുള്ളനായിട്ട് തോന്നി. പിന്നെ ഈ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഫറവന്മാരുടെ കുറേ ടോയ്കളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ കുറേ കപ്പ് സോസറുകൾ, കണ്ണാടികൾ, പിന്നെ കുറേ ഫുട്ബോൾ കളിക്കാരുടെ പ്രതിമകളും ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഷൻ്റെ ഒക്കെ വന്നിട്ടുള്ള മ്യൂസീഷ്യൻസിൻ്റെ രൂപങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ വീട്ടിലൊക്കെ വെറൈറ്റി രൂപങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഒരെണ്ണം വാങ്ങി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. അതൊന്നും വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ ഒരു കലാകാരൻ കുപ്പിയുടെ ഉള്ളിൽ പടങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അയാൾ ഒരുപാട് പടങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്. അപ്പം അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇവിടെ കാണാനായിട്ട്. ഇനി അടുത്തത് മൊറോക്കയിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇവിടെയും മറ്റു പവലികളെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ടോ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഞാൻ ഇവിടെ കണ്ടില്ല. ഡ്രസ് ഐറ്റംസും പെർഫ്യൂംസും അങ്ങനെയുള്ള ഐറ്റംസ് തന്നെയാണ്. പിന്നെ ഇവിടെ കുറച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്രീംസുകളൊക്കെ കണ്ടു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പലതരത്തിലുള്ള ഫാൻസി ഐറ്റംസ് ആണ് മെയിനായിട്ട്. കുറേ കൊട്ടകളും അതേപോലെ കുറേ ഡ്രസ് ഐറ്റംസ്, എന്താ പറയുക, കുറേ നല്ല രസമുണ്ട്. എല്ലാ പവലിൻ്റെ പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും ഇന്ത്യ അടക്കമുള്ള ഒരുപാട് പവലിയൻസ് ഉണ്ട്. അതേപോലെ ലൈവ് പെർഫോമൻസുകളുണ്ട്. ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ എല്ലാമായിട്ട് അടുത്ത വീഡിയോയിൽ ഇനി കാണാം. ബൈ.